നമസ്തേ സ്വാമിജി. അദ്വൈത ദീപികയുടെ ആദ്യ 4 വരികൾ, അതായത് ഒന്നാമത്തെ ശ്ലോകം, സ്വാമിജിയുടെ സരള വ്യാഖ്യാനത്താൽ കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. സന്തോഷം, വളരെ സന്തോഷം. അത്ര മതി, കുറേയൊക്കെ മതി. അല്ലേ നമുക്ക് ഇനിയും എടുക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? മുഴുവൻ മനസ്സിലായി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നമ്മളെ വിളിക്കുമോ, ദക്ഷിണ തരുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് കുറച്ചൊക്കെ മനസ്സിലായാൽ മതി. എന്നാൽ ഈ പാഠഭാഗങ്ങൾ ഗ്രന്ഥത്തിൽ വായിച്ചപ്പോൾ അതീവ ഗഹനവും വിപുലമായ അർത്ഥവിവരണവുമായി തോന്നി. വേണമല്ലോ, ഇത്തരം പ്രഭാഷണങ്ങളിലൂടെ ഒരു പ്രവേശിക മാത്രമേ ആകൂ. ചെറിയൊന്ന് എത്തിനോട്ടം മാത്രമേ ഇത്തരം പരിപാടികളിലൂടെ സാധിക്കൂ. ഇവിടെ 7 ദിവസം അദ്വൈത ദീപിക കേട്ടിട്ട് ഞാൻ അദ്വൈത ദീപിക പഠിച്ചു എന്ന് ആരും പറഞ്ഞേക്കരുത്. അതിലേക്ക് ദൂരെ നിന്ന് ഒന്ന് എത്തി നോക്കി എന്നേ പറയാൻ പാടില്ല. ആ പ്രേരണ ഉൾക്കൊണ്ട് സൂക്ഷ്മ വിചാരത്തിലേക്ക് നമുക്ക് ഒരു താത്പര്യം വന്നാൽ ഇത്തരം സത്സംഗങ്ങൾ കൃതാർത്ഥമായി. അത്രയേ ഉള്ളൂ. സ്വാമിജിയുടെ ക്ലാസ് ഒരു നോട്ടുണ്ടാക്കി പഠിക്കുന്നതാണ് നല്ലതെന്നും തോന്നി. ആ നോട്ട് എന്തായാലും ഉണ്ടായിക്കോളൂ, അത് നല്ലതാണ്. അതുപോലെ ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളൊക്കെ ഉണ്ട്. ഒന്ന് റെക്കോർഡ് ചെയ്യാം, അപ്പോൾ പിന്നെയും കേൾക്കാൻ പറ്റും. ഒരു 5-10 പ്രാവശ്യം കേൾക്കുമ്പോൾ ആവൃത്തി രസകൃത ഉപദേശാത് എന്നുള്ള ന്യായേന വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് അതിലൊരു വൃത്തി നമ്മളിൽ പ്രകാശിക്കുക. അദ്വൈത ദീപിക ഒരു റെഫറൻസ് ഗ്രന്ഥമായി സൂക്ഷിക്കുന്നതാണ് നല്ലതെന്നും തോന്നി. അത് വളരെ സന്തോഷം. തീർച്ചയായിട്ടും അദ്വൈത ദീപിക വേദാന്തത്തിൻ്റെ ഒരു ഉയർന്ന പ്രൗഢ ഗ്രന്ഥമാണ്. ദയവായി വിഷയത്തിൽ സ്വാമിജിയുടെ അഭിപ്രായം നൽകുമല്ലോ. ഈ അഭിപ്രായങ്ങളോടൊക്കെ യോജിപ്പാണ്, വേറൊരു അഭിപ്രായ ഭേദവും അതിലില്ല.